Hi dears, we are continuing the chapter Resolution and Independence by William Wordsworth. William Wordsworthന്റെ Resolution and Independence എന്ന കവിത നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. ഇന്നത്തെ ലാസ്റ്റ് പാർട്ടാണ്. And here we have already said that this poem has 20 stanzas. 20 സ്റ്റാൻസയുള്ള ഒരു ലെങ്തി പോമാണ്, വളരെ വലിയ ഒരു കവിതയാണ്. സോ അതുകൊണ്ടാണ് നമ്മളിത് പാർട്ടുകളായിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് പാർട്ട്, നെക്സ്റ്റ് സ്റ്റാൻസ. At length himself settling, he the pond stood with his staff, and fixedly did look upon the muddy water. We have already said that this poem is resolution and independence of a leech gatherer. The other title of the poem is leech gatherer. ഒരു leech gatherer ആണ്, leech ശേഖരിക്കുന്ന. ലീച്ച് എന്നത് കക്ക പോലെ, അട്ട എന്ന് പറയുന്നുണ്ട്, ചില കക്ക പോലെയുള്ള ഒരു സാധനമാണ്, ഒരു വസ്തുവാണ്. നമ്മൾ തോടിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ആ കുളത്തിൻ്റെയും തോടിൻ്റെ ഒക്കെ സൈഡിലുള്ള ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ കല്ലുമക്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ കക്ക എന്ന് പറയുന്ന അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് ലീച്ച്. ആ ലീച്ച് ശേഖരിക്കുന്ന വ്യക്തിയുടെ തീരുമാനങ്ങൾ, വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു മൈൻഡ് പവറൊക്കെയാണ് ഈ കവിതയിൽ വിവരിക്കുന്നത്. ഹിയർ അടുത്ത സ്റ്റാൻസയിൽ പറയുന്നത് ലെങ്ത് ഹിംസെൽഫ് അൺസെറ്റിലിംഗ്. ഇനി ഒരു സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുകയാണ്. ദ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഇൻ എ ഡിസ്റ്റന്റ് പ്ലേസ്. The pond stirred with his staff, and there is a stick in his hand, the supporting stick. നമ്മൾ പറഞ്ഞു he is an old person and he needs a support to walk. നടക്കാൻ അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് വേണം. ആ സപ്പോർട്ടിനായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. ആ കയ്യിലെ വടി വെച്ച് അദ്ദേഹം എന്ത് ചെയ്യാണ്? he is stirring the pond. ആ കുളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? and fixedly did look upon the muddy water. അങ്ങനെ ആ വടി വെച്ച് വെള്ളം ഇളക്കുന്ന സമയത്ത് വെള്ളം കലങ്ങും. ആ വെള്ളം കലങ്ങുന്ന സമയത്ത് ആ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കണം. അതായത് അന്നേരമാണ് ആ ഒരു കക്ക കാണാൻ സാധിക്കുന്നത്. ആ കക്കയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ വെള്ളം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. which he conned as if he had been reading in a book. അദ്ദേഹം വളരെ കോൺസെൻട്രേഷനോട് കൂടിയാണ് ആ ചളിവെള്ളത്തിലേക്ക് നോക്കുന്നത്. ആ വടി കൊണ്ട് വെള്ളം ഇളക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കുന്നത്. ജസ്റ്റ് ലൈക്ക് ഹി ഈസ് റീഡിങ് എ ബുക്ക്. അദ്ദേഹം ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ഹി ഈസ് ഇൻ എ കോൺസെൻട്രേഷൻ മൂഡ്. വളരെയധികം ശ്രദ്ധ കൊടുത്ത് വളരെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയാണ് ആ കുളത്തിലേക്ക്. ആ ലീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ. And now a stranger's privilege I took. ഈ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വേർഡ്സ്വർത്ത് saw this man. ഈ മനുഷ്യനെ കാണുന്ന സമയത്ത് ജസ്റ്റ് ലൈക്ക് എ സ്ട്രേഞ്ചേഴ്സ് പ്രിവിലേജ്, ഒരു അപരിചിതന്റെ അധികാരത്തോടു കൂടി I took the privilege of a stranger and drawing to his side, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ ഓൾഡ് മനുഷ്യന്റെ, പ്രായം ചെന്ന മനുഷ്യന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ടു ഹിം ഡിഡ് സേ, എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? ദിസ് മോർണിംഗ് ഗിവ്സ് us promise of a glorious day. ഒരു കോൺവെർസേഷൻ ബിഗിൻ ചെയ്യാൻ, ഒരു കോൺവെർസേഷൻ തുടങ്ങാൻ പറ്റിയൊരു വാക്കാണ്. എന്താ പറഞ്ഞത്? ഒരു സെന്റൻസ് ആണ്. ദിസ് മോർണിംഗ് ഗിവ്സ് us promise of a glorious day. This day is a glorious day. ഒരു നല്ല ദിവസമാണ്. ടുഡേ ഈസ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സംഭവങ്ങൾ തുടങ്ങുന്നത് പോലെ ടുഡേ ഈസ് എ ഗ്രേറ്റ് ഡേ, ടുഡേ ഈസ് എ പ്രഷ്യസ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ ദിവസം തുടങ്ങുന്നത് പോലെ ഒരു അപരിചിതൻ എന്നുള്ള നിലയിൽ വേർഡ്സ്വർത്ത് he approached that old person and said it is a glorious day. Wordsworth wants to make a conversation with this old man. ഈ പ്രായം ചെന്ന മനുഷ്യനുമായി ഒരു കോൺവെർസേഷന് വേർഡ്സ്വർത്ത് ആഗ്രഹിക്കുകയാണ്. Next stanza. A gentle answer did the old man make as a result of this question. എന്താണ് പറഞ്ഞത്? This is a glorious day. ഇതൊരു നല്ല ദിവസമാണ് എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് the gentle answer did the old man make. അദ്ദേഹം മാന്യമായി മറുപടി പറഞ്ഞു. In courteous speech which forth he slowly drew.
വളരെ മര്യാദയോടുകൂടി, കോർട്ടിയസ് സ്പീച്ച് മീൻസ് വളരെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മര്യാദയോടുകൂടിയുള്ള സംസാരം. ആൻഡ് ഹിം വിത്ത് ഫർദർ വേർഡ്സ് ഐ ദസ് ബിസ്പോക്ക്. ഇനി വീണ്ടും അദ്ദേഹത്തോട് മറുപടി പറയാൻ തുടങ്ങി. അദ്ദേഹത്തോട് ഞാൻ ആ ഒരു കോൺവെർസേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. വാട്ട് ഓക്യുപ്പേഷൻ ഡു യു ദെയർ പെർസ്യൂ ചോദിച്ചു. ആദ്യം പറഞ്ഞു ദിസ് ഇസ് എ ഗ്ലോറിയസ് ഡേ. പിന്നീട് ചോദിച്ചു വാട്ട് ഓക്യുപ്പേഷൻ ഡു യു ദെയർ പെർസ്യൂ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ, താങ്കൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു വടി വെച്ച് ഈ കുളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, താങ്കൾ എന്താ ചെയ്യുന്നത്? ഇസ് ദെയർ എനി ഇന്റൻഷൻ ബിഹൈൻഡ് ഇറ്റ്, താങ്കൾ ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ വെറുതെ ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് താങ്കളുടെ ലക്ഷ്യം ഇവിടെ വന്നിരിക്കുന്നതിന്റെ? ആൻഡ് ദിസ് ഈസ് എ ലോൺസം പ്ലേസ് ഫോർ വൺ ലൈക്ക് യു. ഒരു വാർണിംഗ് കൊടുത്തു വേർഡ്സ്വർത്ത്. എന്താണ്? ദിസ് ഈസ് എ ലോൺസം പ്ലേസ്. ലോൺസം പ്ലേസ് മീൻസ് ഇറ്റ് ഈസ് an isolated place. വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. It is for you, just like you. താങ്കളെ പോലെ മീൻസ് as old as you. താങ്കളെ പോലെ പ്രായം ചെന്ന ഒരു മനുഷ്യന് വന്നിരിക്കാൻ പറ്റിയ സ്ഥലമില്ല. കാരണം ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലോൺലി പ്ലേസ്. ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന ഒറ്റപ്പെട്ട പ്രദേശമാണ്. താങ്കളാണെങ്കിൽ മര്യാദക്ക് നടക്കാൻ വരെ കഴിയാത്ത ഒരു മനുഷ്യനാണ്. ഹി ഈസ് വാക്കിംഗ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ സ്റ്റിക്ക്. ഒരു വടിയുടെ സഹായത്തോടു കൂടി മാത്രമാണ് നടക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്. അത്രത്തോളം പ്രായം ചെന്ന മനുഷ്യനാണ്. അപ്പോ താങ്കൾക്ക് പറ്റിയ സ്ഥലമല്ല ഇത്, കാരണം ഇതൊരു ലോൺലി പ്ലേസ് ആണ്. And this is a lonesome place for one like you. Here he replied. A flash of mild surprise broke from the sable orbs of his vivid eyes. ഈ ഒരു വാക്കിന് അല്ലെങ്കിൽ ഈ ഒരു സെന്റൻസിന് മറുപടിയായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അതിശയമാണ് ഉണ്ടായത്. കാരണം ഇറ്റ് ഈസ് എ ഫെമിലിയർ പ്ലേസ് ആസ് ഫാർ ആസ് ഹി ഈസ് കൺസേൺഡ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോൺസം പ്ലേസ് അല്ല, അദ്ദേഹത്തിന് പരിചയമുള്ള പ്ലേസ് ആണ്, സാധാരണ അദ്ദേഹം വരാറുള്ള ഒരു സ്ഥലമാണ്. സോ ദർ ഇസ് നോ ഐസൊലേഷൻ ആസ് ഫാർ ആസ് ഹി ഈസ് കൺസേൺഡ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഐസൊലേറ്റഡ് പ്ലേസ് ഒന്നുമല്ല. ഒരു അപരിചിതനായിട്ടുള്ള അല്ലെങ്കിൽ അതുവരെ ആ സ്ഥലം സന്ദർശിക്കാത്ത വേർഡ്സ്വർത്തിന് അതൊരു അപരിചിതമായിട്ടുള്ള സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലമായിരിക്കാം. പക്ഷേ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ദിസ് സെന്റൻസ് മേക്സ് എ സർപ്രൈസ് ഇൻ ഹിസ് ഐസ്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു അതിശയമാണ് ഉണ്ടാക്കിയത്. Then his words came feebly from a feeble chest. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഫീബിൾ സൗണ്ടാണ്. ഫീബിൾ മീൻസ് വളരെ നേർത്ത സൗണ്ടാണ്. കാരണം നമ്മൾ പറഞ്ഞു ഹീസ് ആൻ ഓൾഡ് പേഴ്സൺ ആൻഡ് ഹിസ് സൗണ്ട് ഓർ ഹിസ് സ്പീച്ച് ഈസ് വെരി വീക്ക്. അദ്ദേഹത്തിന്റെ സ്പീച്ച്, സംസാരം വളരെ ദുർബലമായിട്ടുള്ള സംസാരമാണ്, വളരെ പ്രായം ചെന്ന മനുഷ്യനാണ്. So his words came feebly from a feeble chest, but each in solemn order followed each. പക്ഷേ ഓരോ വാക്കിലും there is dignity and there is politeness. ഓരോ വാക്കും ദുർബലമാണ് എങ്കിലും മര്യാദയോട് കൂടിയുള്ള വളരെ സോഫ്റ്റായ സംസാരമായിരുന്നു. With something of a lofty utterance dressed, and there is a lofty or grand nature in that speech. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു ശ്രേഷ്ഠത, മഹനീയത ഉണ്ടായിരുന്നു. And choice words and measured phrase above the reach of ordinary men. And in each words there is a choice of words and measured phrases. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ വളരെ ചോസൺ വേർഡ്സ് ആയിരുന്നു, വളരെ നല്ല വാക്കുകൾ, വളരെ പരുഷമല്ലാത്ത മാന്യമായിട്ടുള്ള വാക്കുകൾ. അതോടൊപ്പം തന്നെ ആ ഒരു സാധാരണ മനുഷ്യന്റെ സംസാരത്തിനും അപ്പുറത്തുള്ള ശ്രേഷ്ഠമായ ലാംഗ്വേജ് ആണ് അദ്ദേഹം ഉപയോഗിച്ചത്. A stately speech such as grave livers do in Scotland use religious men who gave to God and man their dues. ഇനി അദ്ദേഹത്തിന്റെ സംസാരം എങ്ങനെയാണ്? ജസ്റ്റ് ലൈക്ക് ദ വേർഡ്സ് ഓഫ് ലൈവേഴ്സ്. ഇവിടെ എ സ്റ്റേറ്റ്ലി സ്പീച്ച്. സ്റ്റേറ്റ്ലി മീൻസ് പൊളൈറ്റ്, വെരി പൊളൈറ്റ് വേർഡ്സ്. അദ്ദേഹത്തിന്റെ സംസാരം വളരെ ശ്രേഷ്ഠമായിട്ടുള്ള മാന്യമായിട്ടുള്ള സംസാരം. സജസ് ഗ്രേവ് ലൈവേഴ്സ് ഡൂയിങ് സ്കോട്ട്ലൻഡ് യൂസ് പ്രസ്ബിറ്റേറിയൻസ്, അതായത് ദൈവത്തെയും മനുഷ്യനെയും പേടിയുള്ള ദൈവഭയമുള്ള മനുഷ്യർ. സ്കോട്ട്ലൻഡിലെ
ആ ജനതയാണ് പ്രസ്ബിറ്റേറിയൻസ് എന്ന് പറയുന്നത്. ദൈവത്തെ ഭയക്കുന്ന ജനത, ദൈവത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ദൈവത്തെയും മനുഷ്യനെയും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അതേപോലെ ദൈവത്തിനുള്ള കടമകളൊക്കെ ചെയ്യുന്ന വ്യക്തികളെ പോലെയുള്ള ആളുകൾ, അവരുടെ സംസാരം പോലെ തോന്നിക്കുന്ന സംസാരമാണ് ഇദ്ദേഹത്തിൻ്റെ. അതായത് നമ്മുടെ മതപുരോഹിതന്മാര് അങ്ങനെയുള്ള ശ്രേഷ്ഠരായവരുടെ ഭാഷ പോലെയുള്ള മഹനീയമായ ഭാഷ, സാധാരണക്കാരുടെ ലാംഗ്വേജ് അല്ല, മറിച്ച് കുറച്ചും കൂടി ശ്രേഷ്ഠമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ആൻഡ് റിലീജിയസ് മെൻ, ഈ പ്രസ്ബിറ്റേറിയൻസ് ആരാണ്? ഈ ലൈബേഴ്സ് ഇൻ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ദേ ആർ റിലീജിയസ് മെൻ ഹൂ ഗിവ് ടു ഗോഡ് ആൻഡ് മാൻ ദെയർ ഡ്യൂസ്. ദൈവത്തിനും മനുഷ്യർക്കും അവരുടെ കടമകൾ ചെയ്യുന്ന പ്രസ്ബിറ്റേറിയൻസിനെ പോലെ തോന്നിയ അദ്ദേഹത്തിന്റെ സംസാരം. അത്രത്തോളം ശ്രേഷ്ഠമാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഇവിടെ that old man is compared to the Presbyterians of Scotland. Next stanza, he told that to these waters he had come to gather leeches. നേരത്തെ ചോദിച്ചു, what are you doing in this place? അതുപോലെ ഒരു വാർണിംഗ് കൊടുത്തു, this is not a place for you as you are old. നേരത്തെ കൊടുത്ത മെസ്സേജ് ആണ്, നേരത്തെ കൊടുത്തൊരു വാർണിംഗ് ആണ്. അതിന് മറുപടിയായി നമ്മുടെ ഓൾഡ് മാൻ പറയുന്നു, he told to that these waters means this place, ഈ ഒരു സ്ഥലത്ത്, ഈ ഒരു വെള്ളത്തിനടുത്ത് he had come. എന്തിനാ വന്നത്? to gather leeches. എന്തിനു വേണ്ടിയിട്ടാണ്? to gather leeches, to collect leeches. നമ്മൾ നേരത്തെ പറഞ്ഞു കക്ക പോലെയുള്ള, നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നമുക്ക് അട്ട എന്നാണ് കാണാം. ഇവിടെ കക്ക പോലെയുള്ള സാധനമാണ് നൊച്ചി എന്നൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ കല്ലിമക്കായ പോലെ തന്നെയാണ്, അത് വേവിച്ച് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയാണ്. സോ ബീങ് ഓൾഡ് ആൻഡ് പോർ, അദ്ദേഹം വളരെ പ്രായം ചെന്ന ആളാണ്, പാവപ്പെട്ട ആളുമാണ്. സോ ദിസ് ഈസ് എ വർക്ക്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയാണ് ഈ ലീച്ച് ഗ്യാതറിംഗ്. എംപ്ലോയ്മെന്റ് ഹസാർഡസ് ആൻഡ് വേരിസം. ആൻഡ് ദിസ് ജോബ് ഓർ ദിസ് വർക്ക് ഈസ് വെരി ഹസാർഡസ്. വളരെ ഹസാർഡസ് മീൻസ് ഡിഫിക്കൽട്ട്, വളരെ പ്രയാസമേറിയ ഒരു ജോലിയാണ്. കാരണം ഈ വെള്ളത്തില് ആ വെള്ളത്തിന്റെ അല്ലെങ്കിൽ ആ പോണ്ടിന്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ലീച്ചിനെ ശേഖരിച്ച് വേണം. അത് കുറച്ച് പ്രയാസമുള്ള ജോലിയാണ്. കാരണം മര്യാദയ്ക്ക് നടക്കാൻ വരെ കഴിയാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. ആ കുളത്തിലുള്ള ആ ഒരു ജീവിയെ പിടിച്ചെടുക്കാം. സോ ഇറ്റ് ഈസ് വെരി ഹസാർഡസ് ആൻഡ് വേരിസം. വേരിസം മീൻസ് ബോർഡം ഓർ എന്താണ്, ഇറ്റ് ഈസ് വെരി ബോറിംഗ്. വളരെ വിരസമായ ഒരു ജോലിയാണ്. കാരണം എപ്പോഴും ഇതിനെ കാണണമെന്നില്ല. പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ഒരു ജീവിയെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വേരിസം ആൻഡ് ഹസാർഡസ്. And he had many hardships to endure. He had to suffer a lot of hardships, or he had suffered a lot of hardships. ഒരുപാട് പ്രയാസങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തിയാണ് അദ്ദേഹം. From pond to pond he roamed means he wandered. ഓരോ കുളം തേടി അദ്ദേഹം ഒരു കുളത്തിൽ നിന്നും മറ്റൊരു കുളത്തേക്ക് ഈ ലീച്ചിനെ തേടി പോകുന്നുണ്ട്. From moor to moor, ഓരോ ചതുപ്പ് നിലങ്ങളിലും ഫ്രം മൂർ ടു മൂർ ഹി വാണ്ടേർഡ്. അദ്ദേഹം ഓരോ ചതുപ്പ് നിലത്തിൽ നിന്നും മറ്റൊരു ചതുപ്പ് നിലത്തിലേക്ക് ഈ ലീച്ചിനെ അന്വേഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട്. ദെൻ ഹൗസിംഗ്, അങ്ങനെയുള്ള യാത്രയിൽ ഹി ഹാഡ് ടു സ്റ്റേ സംവെയർ ആൻഡ് വിത്ത് ഗോഡ്സ് ഹെൽപ്പ്, ഗുഡ് ഹെൽപ്പ്, ബൈ ചാൻസ് ഓർ ചോയ്സ്. ഒരു പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം, ഇറ്റ് മേ ബി ദ ബ്ലെസ്സിംഗ് ഓഫ് ഗോഡ് ദാറ്റ് ഹി can stay somewhere while he is roaming. ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഫ്രം പോണ്ട് ടു പോണ്ട് ആൻഡ് ഫ്രം മൂർ ടു മൂർ, ചതുപ്പ് നിലങ്ങൾ തോറും കറങ്ങി നടക്കുന്ന സമയത്ത്, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് അന്വേഷിച്ച് നടക്കുന്ന സമയത്ത്, അതേപോലെ കുളങ്ങൾ തോറും ഇങ്ങനെ ലീച്ചിനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ബൈ ചാൻസിൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം ഓരോ സ്ഥലത്തും സ്റ്റേ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇൻ ദിസ് വേ ഹി ഗെയിൻഡ് ആൻഡ് ഓണസ്റ്റ് മെയിൻറ്റെയിൻസ്. And in this way he is maintaining his life. അങ്ങനെയാണ് അദ്ദേഹം തന്റെ ജീവിതം നിലനിർത്തി പോകുന്നത്. കാരണം മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നെക്സ്റ്റ് സ്റ്റാൻസ, the old man still stood talking by my side. The old man is still continuing his words. അദ്ദേഹത്തിന്റെ സംസാരം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. But now his voice to me was like a stream. ഒരു distant stream, ഒരു വിദൂരതയിലുള്ള
ഒരു അരുവി പോലെ അൺക്ലിയർ ആണ് അദ്ദേഹത്തിന്റെ ശബ്ദം. നേരത്തെ കുറച്ച് ക്ലിയർ ആയിരുന്നു, നമ്മൾ പറഞ്ഞു ഹി ഹാസ് എ ഫീബിൾ സ്പീച്ച്. ഹി ഹാസ് എ ഫീബിൾ സ്പീച്ച് ഫ്രം ഹിസ് ഫീബിൾ ചെസ്റ്റ്. വളരെ ദുർബലനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ശബ്ദവും ദുർബലമായിട്ടുള്ളതാണ്. സോ വേർഡ്സ്വർത്ത് couldn't identify the words. It seems just like a distant dream or distant stream. Distant stream വളരെ വിദൂരതയിലുള്ള ഒരു അരുവിയുടെ ആ ഒരു ഒച്ച പോലെ നേർത്ത ശബ്ദമാണ് കേൾക്കുന്നത്. And scarce heard means it is very difficult to hear that sound. അദ്ദേഹത്തിന്റെ ശബ്ദം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. Nor word from word could I divide. He cannot divide or he cannot understand word to word. ഓരോ വാക്കും എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത്രത്തോളം നേർത്ത ശബ്ദമാണ്. And the whole body of that man did seem like one whom I met in the dream. ഇനി ഈ മനുഷ്യന്റെ ശരീരം മൊത്തത്തിൽ തന്നെ ഈ മനുഷ്യനെ തന്നെ തോന്നുന്നത് ഇറ്റ് ഈസ് എ പേഴ്സൺ ദാറ്റ് ഹി ഹാഡ് മെറ്റ് ഇൻ ഹിസ് ഡ്രീം. തൻ്റെ സ്വപ്നത്തിൽ കണ്ട ഒരു മനുഷ്യനെ പോലെയാണ്. അത്രത്തോളം സ്വപ്നത്തിൽ കാണുന്നത് പോലെ തോന്നി, അത്രത്തോളം പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഓർ ലൈക്ക് എ മാൻ ഫ്രം ഫാർ regions or some far regions, and he is a person from far region. ഏതോ വിദൂരമായ സ്ഥലത്ത് നിന്നും പറഞ്ഞയക്കപ്പെട്ട ഒരു മനുഷ്യനെ പോലെ തോന്നി അദ്ദേഹം. ടു ഗിവ് മീ ഹ്യൂമൻ സ്ട്രെങ്ത് ബൈ astonishment. എന്തിനാണ് അദ്ദേഹത്തെ വിദൂരതയിൽ നിന്ന് പറഞ്ഞു വിട്ടത്? ടു ഗിവ് മീ ഹ്യൂമൻ സ്ട്രെങ്ത്. അതായത് ഇവിടെ വേർഡ്സ്വർത്ത് ഇമാജിൻസ് ദാറ്റ് ഹി ഈസ് എ പേഴ്സൺ sent by God from heaven to teach him human strength. മനുഷ്യന്റെ ശക്തി എന്താണ് എന്ന് പഠിപ്പിക്കുന്നതിന്, വേർഡ്സ്വർത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ വേർഡ്സ്വർത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ദൈവം അയച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹമെന്ന് വേർഡ്സ്വർത്തിന് തോന്നി. കാരണം അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട ഒരു മനുഷ്യനെ പോലെ തോന്നി അദ്ദേഹം. കാരണം ഒരു യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനെ, അത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ കാണാൻ പ്രയാസമാണ്. സോ Wordsworth thought that he is a person sent by God to give him or to teach him human strength by astonishment. Astonishment means അതിശയം, വളരെ അതിശയത്വം, അനുയോജ്യമായ ആപ്റ്റ്. astonishment means വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള ആ ഒരു അതിശയത്തോടു കൂടി. കാരണം മനുഷ്യന് ഇത്രത്തോളം ശക്തിയുണ്ടോ, അതാണ് റെസല്യൂഷൻ എന്ന് പറയുന്നത്. റെസല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന ടൈറ്റിൽ തന്നെ അതാണ്. കാരണം ദ മൈൻഡ് പവർ ഓഫ് എ പേഴ്സൺ, ഒരു മനുഷ്യൻ, നമ്മൾക്കറിയാം ഒരു പ്രായം ചെന്ന് കഴിഞ്ഞാൽ ജോലി ചെയ്യുക എന്നുള്ളതൊക്കെ പ്രയാസമാണ്. പക്ഷെ നമ്മുടെ മനസ്സിന്റെ കരുത്താണ്. 100 വയസ്സിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ആ മനസ്സിന്റെ കരുത്താണ്, ആ കരുത്ത് ഒരു മനുഷ്യന്റെ കരുത്തിനോളം ഒന്നുമില്ല, അതുല്യമായിട്ടുള്ള ഒന്നാണ് മനുഷ്യന്റെ കരുത്ത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, എന്ന് വേർഡ്സ്വർത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം പറഞ്ഞയച്ച ഒരു മനുഷ്യനാണ് ഈ ഓൾഡ് പേഴ്സൺ എന്നാണ് വേർഡ്സ്വർത്തിന് തോന്നുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ. മൈ ഫോർമർ തോട്ട്സ് റിട്ടേൺ. ഈ ഒരു സമയത്ത് മൈ ഫോർമർ തോട്ട്സ് റിട്ടേൺ, അദ്ദേഹത്തിന്റെ പഴയ ചിന്തകൾ തിരിച്ചു വന്നു. ദ ഫിയർ ദാറ്റ് കിൽസ്. These former thoughts are the fears that kills me. എന്നെ കൊന്നുകൊണ്ടേയിരിക്കുന്ന, അതായത് that destroys his mental power. That destroy his mental power. അദ്ദേഹത്തിന്റെ മാനസിക ശക്തി തകർത്ത് കളയുന്ന ചിന്തകൾ അദ്ദേഹത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നു. And hope that is unwilling to be fed. Unwilling to be fed means unwilling to be controlled. ഈ ചിന്തകളെ എന്താണ്, കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്ര രീതിയിൽ ഈ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. ഏതൊക്കെയാ ചിന്തകൾ? കോൾഡ്, പെയിൻ ആൻഡ് ലേബർ. As far as a person is concerned, it is very difficult to live in this world. ഈ ലോകത്ത് ജീവിക്കുക എന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾ, കോൾഡ്, പെയിൻ ആൻഡ് ലേബർ. ഇവിടെ കോൾഡ് എന്ന് പറയുന്നത് ഇനാക്റ്റീവ് അവസ്ഥയാണ്, അല്ലെങ്കിൽ എന്താണ്, പാസീവ് ടൈംസ് ആണ്. ഒരു മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കോൾഡ് എന്നുള്ളത്. അല്ലാതെ പനി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. ഇവിടെ
ഇറ്റ് ഈസ് എന്താണ് പറയാ, ഇറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് പീരീഡ്. ഒന്നും ചെയ്യാതെ നമ്മൾ വെറുതെ ചെലവാക്കുന്ന സമയങ്ങൾ. അതേപോലെ തന്നെ പെയിൻ, വേദനകൾ, ദാറ്റ് മേ ബി ഫിസിക്കൽ ഓർ മെന്റൽ, ശാരീരികവും മാനസികവുമായിട്ടുള്ള വേദനകൾ. ആൻഡ് ലേബർ, നമ്മളുടെ തൊഴില്, അതിന്റെ ഹാർഡ്ഷിപ്സ്, അതിന്റെ പ്രയാസങ്ങൾ, ആ തൊഴില്. ആൻഡ് ഓൾ ഫ്ലഷി ഇൽസ്. ഫ്ലഷി ഇൽസ് മീൻസ് ബോഡി പെയിൻസ്, നമ്മളുടെ രോഗങ്ങൾ, ഡിസീസസ്, നമ്മുടെ രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആൻഡ് മൈറ്റി പോയിറ്റ്സ് ഇൻ ദർ മിസറി ഡെഡ്. ആൻഡ് മൈറ്റി പോയിറ്റ്സ് മീൻസ് ഗ്രേറ്റ് പോയിറ്റ്സ് who in their misery dead, who were dead in misery. Misery means in pathetic conditions. നേരത്തെ നമ്മൾ പറഞ്ഞു രണ്ട് കവികൾ, ചാറ്റേർട്ടൺ ആൻഡ് റോബർട്ട് ബേൺസ്. They were very popular in their youth, but in old age they had to suffer a lot. അങ്ങനെയാണ് at last they surrendered to death. മരണത്തിന് കീഴടങ്ങിയത് ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടതിന് ശേഷമാണ്. ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ യുവത്വത്തിൽ വളരെ ശ്രേഷ്ഠരായ കവികളായിരുന്നു ചാറ്റേർട്ടൺ ആൻഡ് റോബർട്ട് ബേൺസ്. പക്ഷേ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ മരിച്ചുപോയ, കഷ്ടതകൾ അനുഭവിച്ച് മരിച്ചുപോയ പോയിറ്റ്സിനെ കുറിച്ച് ഞാൻ ഓർത്തു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു, ആ കഷ്ടപ്പാടുകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പെർപ്ലെക്സ്ഡ്. ആൻഡ് ദീസ് തോട്ട്സ് കൺഫ്യൂസ്ഡ് മീ. ഈ ചിന്തകൾ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി. ആൻഡ് ലോങ്ങിങ് ടു ബി കംഫർട്ടഡ്. ആൻഡ് ഐ വിഷ് ടു ബി കംഫർട്ടഡ്. I wish to be comforted by some other persons. മറ്റാരെങ്കിലും എന്നെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് എനിക്ക് തോന്നി. My question eagerly did I renew. എൻ്റെ ചോദ്യം I renew. That means I repeated my question. And I repeated my question. എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചു. എന്താ ചോദ്യം? How is it that you live? How can you live in this world? താങ്കൾ എങ്ങനെയാണ് അവിടെ ജീവിക്കുന്നത്? And what is it you do? And what are you doing? That means ഇത്രയും പ്രായത്തിൽ, ഒരുപാട് പ്രായമുള്ള മനുഷ്യനാണ്, എന്നിട്ടും താങ്കൾക്ക് എങ്ങനെ ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നു? ഇറ്റ് ഈസ് ആൻ അസ്റ്റോണിഷിംഗ് ക്വസ്റ്റ്യൻ. കാരണം വളരെ ആരോഗ്യമുള്ള, സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉള്ള ആളുകൾക്ക് പോലും ഈ ലോകത്തിൽ ജീവിക്കാൻ വളരെയധികം പ്രയാസമാണ്. അങ്ങനെയുള്ള ലോകത്തിൽ സമ്പത്തും ഇല്ല, ആരോഗ്യവും ഇല്ല, അതേപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയുമാണ്. അങ്ങനെയുള്ള താങ്കൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയുന്നു? സോ ഐ റിപ്പീറ്റഡ് മൈ ക്വസ്റ്റ്യൻ. He with a smile did then his words repeat. With a smile he repeated his words and another, and he said that gathering leeches far and wide. And he is doing the work of a leech gatherer. He is collecting leeches from far and wide. വളരെ ദൂരതയിൽ നിന്ന് ലീച്ച് ശേഖരിക്കുന്ന മനുഷ്യനാണ്. And he traveled stirring thus about his feet the waters of the pools where they abide. And he is stirring the waters of the pools. ഈ കുളത്തിലെ വെള്ളം ഇങ്ങനെ കലക്കും. എന്നിട്ട് എന്ത് ചെയ്യും? Once I could meet with them on every side. And once I can see or I can catch or I can collect leeches from each side of this pond. ഈ പോൺസിന്റെ അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളുടെ രണ്ട് വശങ്ങളിൽ നിന്നും എനിക്ക് ലീച്ചിനെ പണ്ട് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോഴോ? But they had dwindled long by slow decay. But by slow decay they decreased in number. പക്ഷേ കാലക്രമേണ അവയുടെ വംശനാശം സംഭവിച്ച് വളരെ ചുരുക്കം മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. Yet, എന്നിട്ട് പോലും still I persevere and find them where I may. Even though they are less in number, I can find or I can catch these leeches. ഈ ലീച്ചിനെ എനിക്ക് ശേഖരിക്കാൻ കഴിയും. കാരണം ഞാൻ ഇങ്ങനെ ഇത്രത്തോളം ദൂരം സഞ്ചരിച്ച് അവയുടെ എണ്ണം കുറവാണെങ്കിൽ പോലും എനിക്ക് ശേഖരിക്കാൻ കഴിയും. ഇതാണ് എൻ്റെ ജോലി. While he was talking thus, the lonely place, the old man's shape and speech all troubled me. And the shape and the posture of his old man irritated or troubled Wordsworth. അദ്ദേഹത്തെ വീണ്ടും ആ ചിന്തകൾ, ഈ മനുഷ്യന്റെ പ്രായവും ഈ മനുഷ്യന്റെ രൂപവും
ആ അനാരോഗ്യകരമായ അവസ്ഥയും ഒക്കെ വീണ്ടും വേർഡ്സ്വർത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കാൻ തുടങ്ങി. And in my mind's eye, I seem to see him pace about the very moods continuing. And in his mind, he can see that old man wandering through the moors to collect leeches. ലീച്ചിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഈ ചതുപ്പ് നിലങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആ മനുഷ്യരുടെ രൂപം വേർഡ്സ്വർത്തിന്റെ മനസ്സിലേക്ക് വന്നു. Wandering about alone and silently, and he is wandering alone and silently, വളരെ നിശബ്ദമായിട്ട് ഒറ്റയ്ക്കാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. While I these thoughts within myself pursued, he having made a pause and the same discourse renewed. And these thoughts troubled my mind, എൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങി. And he means the old man, with a pause means with a stop, he continued his work. അദ്ദേഹത്തിന്റെ ജോലി തുടർന്നു. ഒരു നിമിഷം നിർത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി തുടർന്നു. And soon with this he other matter blended, and in my mind there came that man and his posture, cheerfully uttered with demon kind, but stately in the main. And when he ended, that means when he ended his words, I could have laughed at myself to scorn to find in that decreed. That means when that person ended his words, Wordsworth laughed himself. സ്വയം അദ്ദേഹത്തിനോട് തന്നെ ഒരു പുച്ഛം തോന്നി. അതാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ ഒരു മനുഷ്യൻ ഇത്രയും പ്രായത്തിലും he is hard working and he is enjoying life, even though the life is very difficult and life is very hardsome. അത്രത്തോളം ജീവിതം ദുഷ്കരമാണ് എങ്കിലും അദ്ദേഹം ആ ജീവിതം ആസ്വദിക്കുകയാണ്. അദ്ദേഹം ആ ജീവിതം ജീവിച്ചു തീർക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ വേർഡ്സ്വർത്ത് ഫീൽസ് ഓർ എന്താണ് സ്കോൺ അറ്റ് ഹിംസെൽഫ്, സ്വയം ഒരു പുച്ഛം തോന്നി, ഒരു തന്നോട് തന്നെ ഒരു എന്താ പറയുക, ഒരു മതിപ്പുകേട് തോന്നി. എന്താണ് കാരണം? In that discreet man so firm in mind. കാരണം എന്താണ്? മനുഷ്യൻ എന്ന് പറയുന്നത് he is firm in mind. മനഃശക്തിയുള്ള മനുഷ്യനാണ് എങ്കിൽ എന്ത് പറ്റും? അങ്ങനത്തെ ഉള്ള മനഃശക്തിയുള്ള മനുഷ്യനെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. കാരണം that old man or old person is very bold in his mind. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നത്. എന്നിട്ട് ദൈവത്തോട് പറയാണ്, God said I be my help and stay secure. എന്ത് ചെയ്യണം? Be my help. കാരണം all thoughts or all worldly thoughts like pain, diseases, cold, etc. are disturbing me. So be my help. എൻ്റെ സഹായിയായി എൻ്റെ കൂടെ വരണം. And stay secure and keep me secure. എന്നെ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. And I will think of the leech gatherer on the lonely moor. And while I am disturbed with these thoughts, in my mind there came the thoughts of the leech gatherer who wander from moor to moor and from pond to pond. ഓരോ കുളത്തിൽ നിന്നും മറ്റൊരു കുളത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ചതുപ്പ് നിലത്തിൽ നിന്നും മറ്റൊരു ചതുപ്പ് നിലത്തിലേക്ക് അലഞ്ഞു നടക്കുന്ന ആ ലീച്ച് ഗ്യാദറെയാണ് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. സോ ഗിവ് മീ strength and support. He prays to God that be his guide and keep him safe. ഇത്രയുമാണ് ഈ കവിത. And we have already said that this poem was composed in 1802 and published in 1807. This poem was published in 1807 in his collection Poems in 2 volumes. Poems in 2 volumes എന്ന കളക്ഷനിലാണ് ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. And it was in 1807. And this poem carries another title, Leech Gatherer. The central theme of the poem is need for resolution and independence in life, especially in old age and acute sufferings. ഇതിന്റെ മെയിൻ തീം need for resolution and independence, especially in the time of old age and sufferings. And it is a lyric poem in 20 stanzas, having each lines each
and it has the rhyme scheme A B B C C, and the iambic pentameter is used in this poem. And the literary devices used in the poem are imagery. Imagery ആദ്യം പറഞ്ഞു, the playing of hair, ഹെയറിൻ്റെ ആ ഒരു മഞ്ഞ് തട്ടിത്തെറിപ്പിക്കുന്ന പോലെ ഹെയർ മഞ്ഞ് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഓടിക്കളിക്കുന്ന ആ ഒരു ഇമേജറി. Then alliteration, choice and chance. There we can see alliteration. Then move to move. Here also we can see alliteration. These are the major literary devices used in the poem, and these are the main points. Hope you enjoyed it. Thank you.